പരാജയങ്ങൾ വരുമ്പോൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് അതിനെ നിഷ്പ്രയാസം നേരിടുവാൻ സാധിക്കും. പലരും ജീവിതത്തിൽ ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ഒളിച്ചോട്ടങ്ങൾ നടത്തുന്നു, പിന്മാറ്റങ്ങൾ നടത്തുന്നു. പക്ഷേ ഏത് പരാജയം വന്നാലും ഇപ്പോൾ ബുദ്ധ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഇംപെർമിയൻസ്. നത്തിങ് ഈസ് പെർമനൻറ്റ്. ഒന്നും പെർമനൻ്റ് അല്ല. ദിസ് ടു ഷാൽ പാസ്. ഈ സങ്കടം വന്നാൽ സങ്കടവും പോവും, സന്തോഷം വന്നാൽ സന്തോഷവും പോവും. നല്ല ബന്ധങ്ങളാണെങ്കിൽ അതും നഷ്ടപ്പെടും, ആരോഗ്യം നഷ്ടപ്പെടും, സമ്പത്ത് നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും. അതുപോലെ പറയുന്നൊരു കാര്യമാണ് സഫറിങ്സ്, അല്ലേ? സഫറിങ്സ് എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രണ്ട് പ്രൊഫൗണ്ട് റിയലൈസേഷനിലേക്ക് മനുഷ്യനെ നയിക്കാനായി സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ബുദ്ധ ഈ മനുഷ്യനെ വൃക്ഷത്തിൻ്റെ കീഴിലിരുത്തി ആ മനസ്സ് പ്രകൃതിയെ ധ്യാനിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ ശ്രീ ശങ്കരാചാര്യയും പറയുന്നൊരു മനോഹരമായ ആശയമാണ് അദ്വൈത. അദ്വൈത എന്ന് പറയുമ്പോൾ ഞാനും നീയും ഒന്നാണ്, അല്ലെങ്കിൽ പ്രപഞ്ചവും ദൈവവും ഞാനും ഒന്നാണ്, ഈ ഭൂമിയും ഞാനും എല്ലാം ഒന്നാകുന്ന അവസ്ഥ.